നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുന്നത് എങ്ങനെയാണ്? ഒരു ട്രേഡ് എടുത്തു, അത് കൃത്യമായിട്ട് മുകളിലേക്ക് പോകും എന്ന് കരുതിയിരിക്കുമ്പോൾ മാർക്കറ്റ് വെറുതെ ഒന്ന് താഴേക്ക് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് മാത്രം തട്ടിയിട്ട് വീണ്ടും നമ്മൾ വിചാരിച്ച ദിശയിലേക്ക് കുതിച്ചു കയറി പോകുന്നത് നിങ്ങൾ പലപ്പോഴും കണ്ടിരിക്കും. ഇതിനെ പല ട്രേഡർമാരും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്നൊക്കെയാണ് പറയാറ്. പക്ഷെ ഇതിന്റെ പിന്നിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, നിങ്ങൾ മാത്രമല്ല റീറ്റെയിൽ ട്രേഡർമാരിൽ ഭൂരിഭാഗം പേരും നേരിടുന്ന ഒരു വലിയ ഒരു പ്രശ്നം തന്നെയാണിത്. നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യരുത് എന്ന്. സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞത് വീഴുന്ന ഒരു കത്തി കൈകൊണ്ട് പിടിക്കാൻ ശ്രമിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ്. നമുക്ക് അറിയില്ല എവിടെയാണ് അല്ലെങ്കിൽ എത്രത്തോളമാണ് നമ്മളുടെ ആ ഒരു മാർക്കറ്റ് ഫോള് ഉണ്ടാവാൻ പോകുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ആ ഒരു റിജക്ഷൻ വരാൻ പോകുന്നത് എന്ന്. ആ ഒരു സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് നമ്മുടെ റിസ്കിനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ആ ഒരു സ്റ്റോപ്പ് ലോസിനെ ഹനിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സ്റ്റോപ്പ് ലോസിനെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്ന ഒരു പ്രോബ്ലമാണ് ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ ഒരു പ്രോബ്ലം. ഇതിന്റെ ഒരു പ്രധാന കാരണം മാർക്കറ്റിലെ ആ ഒരു വലിയ ചിത്രം കാണാതെ 1 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് പോലെയുള്ള ചെറിയ ടൈം ഫ്രെയിമുകളിൽ മാത്രം ശ്രദ്ധിക്കുന്നതാണ്. പ്രൊഫഷണൽ ട്രേഡർമാർ വലിയ ടൈം ഫ്രെയിമിലെ ട്രെൻഡ് നോക്കി ചെറിയ ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് മികച്ച എൻട്രികൾ എടുക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിൽ വീഴാതെ രക്ഷപ്പെടുന്നത് എന്ന ഈ ഒരൊറ്റ ശരിയായ രീതി പഠിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗിൽ വിജയ സാധ്യത നിങ്ങൾക്ക് കൂട്ടാൻ കഴിയും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുന്നത്? ആ ഒരു പ്രോബ്ലം നമുക്ക് അനലൈസ് ചെയ്യാം. നിങ്ങളൊരു പുഴയുടെ കുത്തൊഴുക്കിനെതിരെ നീന്താൻ ശ്രമിക്കുകയാണ് എന്ന് കരുതുക. കുറച്ചു ദൂരം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞേക്കും, പക്ഷെ അവസാനം ആ ഒരു ഒഴുക്ക് നിങ്ങളെ തോൽപ്പിക്കും. ട്രേഡിംഗിലും ഇത് വളരെ സ്വാഭാവികമാണ്. ഇവിടെ പുഴയുടെ ഒഴുക്ക് എന്ന് പറയുന്നത് ട്രെൻഡാണ്. നിങ്ങൾ ലോവർ ടൈം ഫ്രെയിമിൽ, അതായത് 5 മിനിറ്റ് ചാർട്ടിൽ ഒരു ബൈ സിഗ്നൽ കാണുന്നു, പക്ഷെ അതൊരു ഹാമർ കാൻഡിലോ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് എൻകുൾഫിംഗ് പാറ്റേണോ ഒക്കെ ആയിരിക്കാം. നിങ്ങൾ അവിടെ ഒരു ബൈ എൻട്രി എടുക്കുന്നു. എന്നാൽ ഡെയിലി ചാർട്ടിൽ അല്ലെങ്കിൽ ഒരു വലിയ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് വളരെ ശക്തമായിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡിലായിരിക്കും. നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്തത് ഒരു വലിയ വെള്ളച്ചാട്ടത്തിനെതിരെ മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ ആ ഒരു ചെറിയ ബൈ എൻട്രി ആ ഒരു വലിയ വിൽപ്പനയുടെ സമ്മർദ്ദത്തിൽ ഇല്ലാതെ ആയി പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് അവിടെ ഇല്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വിജയികളായിട്ടുള്ള ട്രേഡർമാരും വലിയ സ്ഥാപനങ്ങളും പലപ്പോഴും മാർക്കറ്റിന് ഈ ഒരു വലിയ ഒഴുക്കിനൊപ്പമാണ് ട്രേഡ് ചെയ്യുന്നത്. അവർ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി ചാർട്ടുകൾ അനലൈസ് ചെയ്ത് മാർക്കറ്റിന്റെ പ്രധാനപ്പെട്ട ഡയറക്ഷൻ എങ്ങോട്ടാണ് എന്ന് അവർ ആദ്യം തന്നെ ഉറപ്പാക്കുന്നു. അതിനുശേഷം മാത്രമേ അവരൊരു എൻട്രിയിലേക്ക് വരികയുള്ളൂ. അപ്പോൾ ഇതിനെയാണ് ടോപ്പ് ഡൗൺ അനാലിസിസ് എന്ന് പറയുന്നത്. വലിയ ചിത്രങ്ങളിൽ നിന്ന് തുടങ്ങി ചെറിയ ചിത്രങ്ങളിലേക്ക് വരുന്ന ആ ഒരു രീതി. നമ്മളിൽ പല റീറ്റെയിൽ ട്രേഡർമാരും ഇതിന്റെ നേരെ വിപരീതമാണ് പലപ്പോഴും ചെയ്യാറ്. 5 മിനിറ്റ് ചാർട്ടിൽ തുടങ്ങി അവിടെ തന്നെ അനാലിസിസ് നിർത്തുന്നു. ഈ ഒരു ശീലം മാറ്റുക തന്നെയാണ് ലാഭകരമായിട്ടുള്ള ഒരു ട്രേഡിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്. അപ്പൊ ഇനി ഹൈ ടൈം ഫ്രെയിം അനാലിസിസ്, മാർക്കറ്റിന്റെ വലിയ ചിത്രം എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വലിയ സമയപരിധിക്കുള്ളിലുള്ള ചാർട്ടുകളാണ്. സാധാരണയായിട്ട് ട്രേഡർമാർ 4 അവേഴ്സ് അല്ലെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി ചാർട്ടുകളെയാണ് ഹൈ ടൈം ഫ്രെയിം ആയിട്ട് കണക്കാക്കുന്നത്. ഈ ചാർട്ടുകളുടെ പ്രധാന ഉപയോഗം എൻട്രിയോ അല്ലെങ്കിൽ എക്സിറ്റോ ഒന്നും കണ്ടെത്താനല്ല, മറിച്ച് മാർക്കറ്റിന്റെ ബയാസ് അഥവാ മൊത്തത്തിലുള്ള ചായ്വ് എങ്ങോട്ടാണ് എന്ന് കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. ലളിതമായിട്ട് പറഞ്ഞാൽ മാർക്കറ്റ് ഇപ്പോൾ ബുള്ളിഷ് ആണോ അല്ലെങ്കിൽ ബെയറിഷ് ആണോ എന്ന്, അതോ ഒരു റേഞ്ച് ബൗണ്ട് മാർക്കറ്റിലാണോ, ഇത് കൃത്യമായിട്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ് ട്രെൻഡ് ആണെങ്കിൽ മാർക്കറ്റ് തുടർച്ചയായിട്ട് പുതിയ ഹയർ ഹൈസും ഹയർ ലോസും ഒക്കെ സൃഷ്ടിച്ചാണ് മുന്നോട്ട് പോകുന്നത്. മാർക്കറ്റ് അപ് ട്രെൻഡിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു പാറ്റേണുകളിൽ കൂടി മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും വാങ്ങാൻ പറ്റിയ അവസരങ്ങൾ കണ്ടെത്തുന്നതിലായിരിക്കണം നമ്മളിവിടെ ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡിൽ മാർക്കറ്റ് തുടർച്ചയായിട്ട് ലോവർ ഹൈസ് അതുപോലെ തന്നെ ലോവർ ലോസ് ഒക്കെ ഉണ്ടാക്കി പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നമ്മുടെ ബയാസ് സെൽ ചെയ്യാനായിരിക്കണം. സപ്പോർട്ടിൽ നിന്ന് വാങ്ങാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും അപകടമാണ്. കാരണം പ്രധാന ട്രെൻഡ് താഴോട്ടാണ്. സൈഡ് വേസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ റേഞ്ച് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിലയുടെ ആ ഒരു റേഞ്ചിനുള്ളിൽ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റാണ്. ഈ ഒരു HDF അനാലിസിസിൽ ഏറ്റവും വലിയ ഗുണം നമ്മുടെ തീരുമാനങ്ങളെ ഫിൽട്ടർ ചെയ്യാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ്. ഒരു ദിവസം ഒരുപാട് ട്രേഡിംഗ് അവസരങ്ങൾ നമ്മുടെ മുന്നിൽ വന്നേക്കാം. എന്നാൽ ഹൈ ടൈം ഫ്രെയിം ട്രെൻഡ് അനുസരിച്ചുള്ളത് മാത്രം തിരഞ്ഞെടുക്കുന്നതിലൂടെ വിജയസാധ്യത കുറഞ്ഞ ട്രേഡുകളെ നമുക്ക് എളുപ്പത്തിൽ ഒഴിവാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഡെയിലി ചാർട്ടിൽ മാർക്കറ്റ് ശക്തമായിട്ടുള്ള അപ് ട്രെൻഡിലാണെങ്കിൽ 5 മിനിറ്റ് ചാർട്ടിൽ കാണുന്ന ആ ഒരു സെൽ സിഗ്നലുകളെ എല്ലാം നമുക്ക് ഡൗട്ട്ഫുൾ ആയിട്ട് തോന്നുകയും ബൈ സിഗ്നലുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനും നമുക്ക് കഴിയും. തീർച്ചയായിട്ടും നമ്മുടെ ട്രേഡിങ്ങിനെ വളരെ ലളിതവും ഈസി ആയിട്ട് മാറ്റാനും ഇത് സാധ്യമാണ്. ഇനി ലോ ടൈം ഫ്രെയിം എൻട്രി. നമ്മൾ ഹൈ ടൈം ഫ്രെയിം ഉപയോഗിച്ച് മാർക്കറ്റിന്റെ ആ ഒരു ഡയറക്ഷൻ മനസ്സിലാക്കി
ഇനി എവിടെ എൻട്രി എടുക്കണം എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് ആ ഒരു ലോവർ ടൈം ഫ്രെയിമിന്റെ ആ ഒരു പ്രസക്തി വരുന്നത്. 15 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് പോലെയുള്ള ചാർട്ടുകളാണ് സാധാരണയായിട്ട് ലോവർ ടൈം ഫ്രെയിം എൻട്രിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കാറ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ലോ ടൈം ഫ്രെയിം ചാർട്ടിന്റെ ജോലി നമുക്ക് ട്രെൻഡ് കാണിച്ചു തരിക എന്നതല്ല, മറിച്ച് നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ച ആ ഒരു ഹൈ ടൈം ഫ്രെയിം ലെവലുകളിൽ വിലയെത്തുമ്പോൾ ഒരു എൻട്രി ട്രിഗർ നൽകുക എന്നതാണ്. അപ്പൊ ഇതിനെ ചിലരെങ്ങനെ സ്നൈപ്പർ എൻട്രി എന്നൊക്കെ വിളിക്കാറുണ്ട്. മണിക്കൂറുകളോളം ശരിയായ അവസരത്തിനായിട്ട് നമ്മളിങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും. നമ്മൾ മാർക്ക് ചെയ്തു വെച്ച ഒരു പ്രധാനപ്പെട്ട കീ ലെവലിൽ വില എത്തുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ് ഈ ഒരു പ്രധാനപ്പെട്ട സോണുകൾ? ഹൈ ടൈം ഫ്രെയിം ചാർട്ടിൽ നമ്മൾ മാർക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ട്, റെസിസ്റ്റൻസ് ലെവലുകൾ, ഡിമാൻഡ് സപ്ലൈ സോണുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഫിബൊനാച്ചി ലെവലുകളൊക്കെ ആണ് നമ്മുടെ പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഉദാഹരണത്തിന് നമുക്കൊരു ഡെയിലി ചാർട്ടിൽ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലാണുള്ളത്. ഇപ്പൊ അല്പം താഴേക്ക് വന്നൊരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണിലേക്ക് അല്ലെങ്കിൽ ഡിമാൻഡ് സോണിലേക്ക് വരികയാണ്. വില ആ സോണിൽ എത്തിയത് കൊണ്ട് മാത്രം നമ്മൾ കണ്ണുടച്ച് വാങ്ങാൻ ശ്രമിക്കരുത്. ഇനി നമ്മളൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ചാർട്ടിലേക്ക് മാറേണ്ടതുണ്ട്. ആ സോണിൽ ആ വിലയുടെ ചലനങ്ങൾ നമുക്ക് സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ കഴിയും. അപ്പൊ എങ്ങനെയാണ് നമ്മളത് കൺഫേം ചെയ്യുന്നത്? ഒന്നാമതായിട്ട് ചാർട്ട് പാറ്റേണുകൾ, ഒരു ഡബിൾ ബോട്ടം അല്ലെങ്കിൽ ഇൻവേഴ്സ്, ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ്, അവയൊക്കെ പോലെയുള്ള പാറ്റേണുകൾ രൂപപ്പെടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണുകൾ, ബുള്ളിഷ് എൻഗുൾഫിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു മോർണിംഗ് സ്റ്റാർ പോലെയുള്ള ശക്തമായിട്ടുള്ള കാൻഡിൽ സിഗ്നലുകൾ വരുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക്, അതായത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ചെറിയ ടൈം ഫ്രെയിമിലെ താൽക്കാലിക ഡൗൺ ട്രെൻഡ് അവസാനിച്ച് പുതിയൊരു ഹയർ ഹൈ രൂപപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുക. അങ്ങനെയുള്ള ഒന്നോ അതിലധികമോ ഒരു കൺഫർമേഷന് ശേഷം മാത്രം നമ്മൾ എൻട്രി എടുക്കുന്നതിനെയാണ് പ്രിസിഷൻ എൻട്രി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതാക്കാനും റിസ്ക് റിവാർഡ് വളരെ മെച്ചപ്പെടുത്താനും സഹായിക്കും. അടുത്തായിട്ട് നമുക്ക് കോൺഫ്ലുവൻസ്, വിജയകരമായിട്ടുള്ള ട്രേഡിന്റെ ആ ഒരു താക്കോൽ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ട്രേഡിംഗിൽ ഒറ്റപ്പെട്ട ഒരു സിഗ്നലിന് വലിയ വിലയില്ല. ഒരു മികച്ച ട്രേഡിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത് പല പല ഘടകങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ്. ഇതിനെയാണ് കോൺഫ്ലുവൻസ് എന്ന് പറയുന്നത്. കോൺഫ്ലുവൻസ് കൂടുന്തോറും ആ ട്രേഡിന്റെ വിജയസാധ്യത കൂടാനും സാധ്യതയുണ്ട്. നമ്മുടെ HDF, LPF സ്ട്രാറ്റജിയിൽ കോൺഫ്ലുവൻസ് എങ്ങനെ കണ്ടെത്താം എന്ന് കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് HDFന്റെ ട്രെൻഡ്, മാർക്കറ്റ് വളരെ ശക്തമായിട്ടുള്ള അപ് ട്രെൻഡിലാണ് എന്ന് നമ്മൾ ഒന്നാമതായിട്ട് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് HDF കീ ലെവൽ ഒരു പ്രധാനപ്പെട്ട ഡെയിലി സപ്പോർട്ട് ലെവലിലേക്ക് എത്തിയിരിക്കുന്നു എന്നുകൂടി നമ്മൾ കൺഫേം ചെയ്യേണ്ടതുണ്ട്. മൂന്നാമതായിട്ട് ഫിബൊനാച്ചി ലെവൽ, ആ ഒരു ഡെയിലി സപ്പോർട്ട് ലെവൽ, ആ ഒരു മുന്നേറ്റത്തിന്റെ 61.8% ഫിബൊനാച്ചി റീട്രേസ്മെന്റ് ലെവലുമായിട്ട് ഒത്തുവരുന്നു എന്ന് നമ്മൾ ഇവിടെ ഇങ്ങനെ കൺഫേം ചെയ്ത് നോക്കുകയാണ്. ഇതൊരു എക്സാമ്പിൾ ആണ്. അടുത്തായിട്ട് LPF എൻട്രി ട്രിഗർ, ആ വലിയ സോണിൽ എത്തിയ ശേഷം 15 മിനിറ്റ് ചാർട്ടിൽ ഒരു ഡബിൾ ബോട്ടം പാറ്റേൺ രൂപീകരിക്കുകയും അതിന്റെ നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്കൊരു നല്ല ഒരു കൺഫർമേഷൻ കിട്ടുന്നുണ്ട്. ഇവിടെ 4 വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ നമുക്കൊരു ബൈ ട്രേഡ് എടുക്കാൻ ഒരു ധൈര്യം തരികയാണ്. ഇത് വെറുതെ ഒരു ക്യാൻഡിൽ കണ്ട് ചാടി ട്രേഡ് എടുക്കുന്നതിൽ നിന്ന് എത്ര കണ്ട് വ്യത്യസ്തമാണ് അല്ലെങ്കിൽ സുരക്ഷിതമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമുക്കൊരു മറ്റൊരു ലൈവ് ചാർട്ട് ഉദാഹരണം കൂടെ ഇവിടെ നോക്കാം. ഇത് ഡെയിലി ചാർട്ടാണ്. മാർക്കറ്റ് ഹയർ ഹൈകളും ഹയർ ലോകളും ഉണ്ടാക്കിയ ഒരു ക്ലിയർ അപ് ട്രെൻഡിലാണ്. അതുകൊണ്ടാണ് ബുള്ളിഷ് ബയാസ് ആണ് എന്ന് കൂടി നമുക്കിവിടെ മനസ്സിലാക്കാം. മുൻപൊരു പ്രധാന റെസിസ്റ്റൻസ് ഉണ്ടായിരുന്ന ഒരു ഏരിയ ഇവിടെ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയതുകൊണ്ട് ഇതേ ഏരിയ ഒരു ശക്തമായിട്ടുള്ള സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതിനെയാണ് ഒരു പൊളാരിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു സോണെ ഒരു ഡിമാൻഡ് സോണായിട്ട് മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ ഹൈ ടൈം ഫ്രെയിം പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ നമ്മൾ 15 മിനിറ്റ് ചാർട്ടിലേക്ക് മാറുകയാണ്. നമ്മൾ മാർക്ക് ചെയ്ത ഹൈ ടൈം ഫ്രെയിം ഡിമാൻഡ് സോണിലേക്ക് വില എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ എത്തിയ ഉടനെ തന്നെ താഴേക്ക് പോകാൻ ഒരു വലിയ റെസിസ്റ്റൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഫുള്ളിലായിട്ടുള്ള ഒരു സ്ഥിരീകരണം കിട്ടുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇവിടെ ഒരു പാറ്റേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ചെറിയ ഡൗൺ ട്രെൻഡിന്റെ അവസാനത്തെ ലോവർ ഹൈ ബ്രേക്ക് ചെയ്ത് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും. ഇതാണ് നമുക്ക് വേണ്ട കൃത്യമായിട്ടുള്ള ഒരു എൻട്രി സിഗ്നൽ. ബ്രേക്ക്ഔട്ട് ക്യാൻഡലിന്റെ ക്ലോസിൽ നമുക്ക് എൻട്രി എടുക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള ഒരു ഏരിയ കൂടി വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് വളരെ ചെറിയ ഒരു റിസ്കിൽ നമുക്ക് നല്ല ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യാൻ കഴിയും. നല്ലൊരു റിസ്ക് റിവാർഡ് നമുക്ക് ലഭിക്കാൻ ഈ ഒരു ട്രേഡ് കാരണമാക്കും. അപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ആ ഒരു റിസ്ക് മാനേജ്മെന്റ് ആണ്. നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി പറഞ്ഞെങ്കിലും ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രേഡിംഗിൽ 100% ആയിട്ടുള്ള ഉറപ്പുള്ള ഒറ്റ സ്ട്രാറ്റജി ഇല്ല. നമ്മൾ ഇപ്പോൾ പറഞ്ഞ HDF, LPF അനാലിസിസ് പോലും പരാജയപ്പെടാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ ആ റിസ്ക് മാനേജ്മെന്റ് ട്രേഡിംഗിന്റെ ഒരു ബേസ് ആണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കേണ്ടതുണ്ട്. പൊസിഷൻ സൈസിങ് അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്
എന്ന് കൂടി ഞാൻ അടിവരയിട്ട് പറയുകയാണ്. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. മാർക്കറ്റിന്റെ പ്രധാന ദിശ അറിയാൻ സഹായിക്കുന്ന ഹൈ ടൈം ഫ്രെയിം ചാർട്ടുകൾ ഉപയോഗിക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നത്. ട്രെൻഡിന് അനുകൂലമായിട്ടുള്ള ട്രേഡുകൾക്ക് മുൻഗണന നൽകുക, അതുപോലെ തന്നെ പ്രധാന സോണുകളിൽ വിലയെത്തുമ്പോൾ ലോവർ ടൈം ഫ്രെയിമുകളിലെ എൻട്രി കൺഫേം ചെയ്യുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കുക. ഒന്നിലധികം ഘടകങ്ങൾ ഒത്തുചേരുന്ന അല്ലെങ്കിൽ കോൺഫ്ലുവൻസ് ഉള്ള ട്രേഡുകൾ തിരഞ്ഞെടുക്കുക. എന്ത് തന്നെയായാലും വളരെ കർശനമായിട്ടുള്ള റിസ്ക് മാനേജ്മെന്റ് പാലിക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു രീതി ഒരു ഡെമോ അക്കൗണ്ടിലോ അല്ലെങ്കിൽ ഒരു ബാക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തോ നിങ്ങൾ ഇങ്ങനെ കൺഫേം ചെയ്യണം, പരിശീലിക്കണം. ഇത് നിങ്ങളുടെ ആ ഒരു ട്രേഡിംഗ് ഡിസിഷൻസ് എത്ര മെച്ചപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് കണ്ടു മനസ്സിലാക്കാൻ തന്നെ കഴിയും. അപ്പൊ ഈ ഒരു ചാർട്ട് അനാലിസിസ് ചെയ്യാൻ സാധാരണയായിട്ട് നിങ്ങൾ ഏത് ടൂളാണ് ഉപയോഗിക്കുന്നത്? ട്രേഡിംഗ് വ്യൂ ആണോ, അല്ലെങ്കിൽ ബ്രോക്കറുടെ ചാർട്ടിംഗ് സോഫ്റ്റ്വെയർ ആണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പെഷ്യൽ ടൂളുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു ടൂളിനെ പറ്റി ഒന്ന് കമന്റ് ചെയ്യുക. ടൂളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് ഈ ഒരു ഇൻപുട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഹെൽപ്പ് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതുപോലെയുള്ള വളരെ ലളിതമായിട്ടുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജികളും വിശദമായിട്ടുള്ള മാർക്കറ്റ് അനാലിസിസുകളും ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.